ഹായ് സുഹൃത്തുക്കളെ, RRB ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ അപേക്ഷയെ കൊടുത്തോ? നിശ്ചിത യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് RRB JEE പരീക്ഷ വഴി നിങ്ങൾക്ക് കൈവരുന്നത്. 8000-ഓളം വേക്കൻസികളാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന്റെ വിവിധ തസ്തികകൾ വഴി റെയിൽവേ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അതിന് മുന്നേ ഇതിന് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഒട്ടേറെ പേർ നമ്മളോടും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു വീഡിയോകളിലായിട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നോട്ടിഫിക്കേഷനും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വേക്കൻസികൾ നമ്മുടെ അടുത്തുള്ള RRBകൾ, നമുക്കറിയാം ഓരോ RRBകൾ വൈസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു RRBയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള RRBകളിൽ വിവിധ ബ്രാഞ്ചുകളിൽ എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇലക്ട്രിക്കലാണ് പഠിച്ചത്, ഇലക്ട്രിക്കൽ ഡിപ്ലോമയുള്ള ആളാണ്, അല്ലെങ്കിൽ BTech ഉള്ള ആളാണ്. എനിക്ക് ഈ മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളുണ്ടല്ലോ, ജൂനിയർ എഞ്ചിനീയർ / മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്ന കുറേ പോസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ മെക്കാനിക്കലുകാർക്ക് ഒരു സംശയം തോന്നിയേക്കാം, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ആപ്ലിക്കേഷന്റെ സമയത്ത് എലിജിബിൾ പോസ്റ്റുകൾ വരുമ്പോൾ അതിനകത്ത് ഈ ഇലക്ട്രിക്കലിന്റെ പോസ്റ്റൊക്കെ വരും. അപ്പോൾ സംശയമൊന്നും വേണ്ട, അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആ യോഗ്യത എവിടെയാണ് കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവിധ, നമുക്കറിയാം മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ ആൻഡ് അലൈഡ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ഗ്രൂപ്പ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരീക്ഷ വരുന്നത്. അപ്പോൾ അതത് പരീക്ഷകൾക്ക് ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വേക്കൻസി ചാർട്ട് ഉൾപ്പെടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം ഈ പരീക്ഷ നടക്കുന്നത് വിവിധ എക്സാം ഗ്രൂപ്പുകളിലായിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഗ്രൂപ്പാണ്. അതിനു മുന്നേ ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ റെയിൽവേയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് നോട്ടീസ് തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. അതൊരു കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അതിൽ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയുള്ളൂ. എല്ലാ RRBകളുടെ വെബ്സൈറ്റിൽ നിന്നും അത് കിട്ടും, അല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അത് കിട്ടും. റെയിൽവേ RRB 2024 ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നമ്മൾ PSCക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഈ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേക്കൻസികൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. കാരണം നമ്മുടെ ജോലിയുടെ കാര്യമാണ്, നമ്മുടെ കരിയറിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയ, നിങ്ങളിപ്പോൾ ബിലാസ്പൂരിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ അവിടെ പോയി പരീക്ഷ എഴുതേണ്ടി വരും. മനസ്സിലായി? ഇപ്പോൾ അജ്മേർ RRBയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, അതാണെങ്കിൽ അവിടെ പോയി പരീക്ഷ എഴുതണം. ജോലി കിട്ടിയാലും ആ സോണിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല, RRBയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് RRBയുടെ വെബ്സൈറ്റിൽ ചെന്നാലും ഏത് സോണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ RRB തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് RRB ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ RRB ബാംഗ്ലൂരേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ RRB മുംബൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിയമം. നിങ്ങൾക്ക് ഏത് RRB വഴിയും എങ്ങോട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് വെബ്സൈറ്റിൽ ചെന്നാലും ഏത് RRBയിലേക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായ കാര്യങ്ങൾ അറിയുക, എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഗ്രൂപ്പ് ഉണ്ട്. 4, ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറിന്റെ കേസ് ആണെങ്കിൽ 4 എക്സാം ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. ഇത് എഴുതാൻ യോഗ്യതയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ച 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BEO ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഗ്രൂപ്പാണ് എഴുതേണ്ടത്. അവർ ഈ പരീക്ഷയാണ് എഴുതേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള ആളുകൾ ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പരീക്ഷയാണ് എഴുതേണ്ടത്. അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകാർ അതാണ് എഴുതേണ്ടത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുകാർ ഈ പരീക്ഷയാണ് എഴുതേണ്ടത്. മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗുകാർ, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ, ഇതിന്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ കോമ്പിനേഷൻ വരുന്ന സ്ട്രീമുകളിലുള്ള ആളുകളും എഴുതേണ്ട പരീക്ഷ ഏതാണ്? ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിലുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഈ ക്വാളിഫിക്കേഷനുള്ള നിശ്ചിത യോഗ്യതയുള്ള ആളുകൾ ഈ പരീക്ഷയാണ് എഴുതേണ്ടത്. അവർ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതാൻ പാടില്ല. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത് ഏതാണ്? മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ആ പരീക്ഷയാണ്, ആ എക്സാം ഗ്രൂപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എക്സാം ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. അതിന് യോഗ്യതയുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ യോഗ്യതയുള്ള ഒന്നുകിൽ ഡിപ്ലോമ ആയിരിക്കണം, 3 വർഷം ഡിപ്ലോമ ആയിരിക്കണം, അല്ലെങ്കിൽ ബിടെക് ആയിരിക്കണം. ഈ നിശ്ചിത യോഗ്യതയുള്ള ആളുകളാണ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള പരീക്ഷ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ആർക്കൊക്കെയാണ് അതിന് യോഗ്യതയുള്ളത്? ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ള ആളുകൾക്ക്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിൽ യോഗ്യതയുള്ള ആളുകൾക്ക്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള ആളുകൾക്ക്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആളുകളും എന്താണ് എഴുതേണ്ടത്? ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു എക്സാം ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടതും പരീക്ഷ എഴുതേണ്ടതും. അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT ഒക്കെ പഠിച്ചവർ എഴുതേണ്ട പരീക്ഷ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ഉള്ള ആളുകളും എന്ത് തന്നെയാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പരീക്ഷ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാവുന്നതും ഇലക്ട്രോണിക്സിന് അപ്ലൈ ചെയ്യാവുന്നതും ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ സെയിം ആണ്. പക്ഷേ പരീക്ഷ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് പരീക്ഷ സെലക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പോസ്റ്റുകൾ ഇപ്പോൾ റെയിൽവേയിൽ പല പല പോസ്റ്റുകളുണ്ട്. RRB പല പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് തന്നിരിക്കുന്നത്. നിങ്ങൾ മെക്കാനിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇലക്ട്രിക്കലിന്റെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സിന്റെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. എല്ലാം പറ്റില്ല, പക്ഷേ ചില പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഈ ഗ്രൂപ്പുകളുള്ള പരീക്ഷ തന്നെ ആയിരിക്കണം. അതാണ് നമുക്ക് പഠിക്കാനും പറ്റുക. പിന്നീട് സിവിലുകാർക്ക് 4ാമത്തെ ഗ്രൂപ്പാണ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ, 3 വർഷത്തെ ഡ്യൂറേഷനുള്ള BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിലുള്ള പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ ഇത് 4മാണ് എക്സാം ഗ്രൂപ്പുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് സിവിൽ. ഓക്കെ, അപ്പോൾ പല ബ്രാഞ്ചുകാർ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകാർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പല ബ്രാഞ്ചുകാർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവരൊക്കെ ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വരാം. ആദ്യമായിട്ട് മെക്കാനിക്കലില് അല്ലെങ്കിൽ ഇലക്ട്രിക്കല് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഈ 3 ബ്രാഞ്ച് പഠിച്ച ആളുകൾക്ക് പൊതുവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന കുറെ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്. ഇതിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കല്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ EMU ആൻഡ് TRS, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈന്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ TRD, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്. ഇതൊക്കെ ആർക്കും അപ്ലൈ ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാം, മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ 3 ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് സമയം എത്തുമ്പോൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കാണിക്കും. അതും നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ചെല്ലാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുക. പ്രിഫറൻസ് ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഏത് പ്രിഫറൻസിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത് ഈ 6 എന്ന് കിടക്കുന്നത് പേ സ്കെയിലാണ്. 6th പേ സ്കെയിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇലക്ട്രിക്കൽ എന്നുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. റെയിൽവേയിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പുറത്ത് കിടക്കുന്നത്. ഡിസൈൻ, ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് R&D, ജനറൽ സർവീസ്, EMU, TRS, R&D, TRD, വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ഈ റെയിൽവേയിലെ പോസ്റ്റുകളിൽ തന്നെ ഫീൽഡ് വർക്ക് ഉണ്ട്, ഓഫീസ് ജോബും ഉണ്ട്. അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇത് കണ്ടില്ലേ, ഡിസൈൻ, ഡ്രോയിങ്, പ്രൊഡക്ഷൻ, R&D എന്നൊക്കെ പറഞ്ഞത് ഓഫീസ് ജോബുകളാണ്. അതുപോലെ ഈ പറഞ്ഞ ഇവിടെ R&D കാണുന്നു, അതൊക്കെ ഓഫീസ് ജോബുകളാണ്. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് ഓഫീസ് ജോബുകൾക്കാണ്. അതായത് ആളുകൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഓഫീസ് ജോബിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. മനസ്സിലായില്ലേ? ഫീൽഡ് ജോബ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഫീൽഡിൽ പോകേണ്ടി വരും. ഓഫീസിൽ ഇരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഓഫീസിൽ ഇരിക്കണമെന്നില്ല. കുറച്ചും കൂടെ ഫീൽഡിലുള്ള വർക്കുകളാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ കുറവാണ്, പക്ഷേ സാലറി കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രിഫറൻസ് കൊടുക്കുക. പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം പ്രിഫറൻസ് കൊടുക്കാനുണ്ടല്ലോ ആപ്ലിക്കേഷൻ്റെ അവസാന ഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ പോസ്റ്റുകളൊക്കെ ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇതുപോലെ തന്നെ 2 പോസ്റ്റുകളൂടെ ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും
മെക്കാനിക്കലുകാർക്ക് ഇലക്ട്രോണിക്സുകാർക്കും ഇതൊക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ഇത് രണ്ടും ഉള്ള ആളുകൾക്ക് എന്താ ഈ രണ്ട് പോസ്റ്റിലേക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ മീൻസ് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് ഈ പോസ്റ്റിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മെക്കാനിക്കൽ എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. അതിലെ സബ് ഡിപ്പാർട്ട്മെന്റ് ഡീസൽ ഷെഡും വർക്ക്ഷോപ്പും ഒക്കെയാണ്. ഇതെന്താണ് B1 C1 എന്നൊക്കെ പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ യോഗ്യതയാണ്. B1 C1 എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. B1 C1 എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതായത് B1 എന്താണ്? അപ്പൊ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആ പോസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് മിനിമം B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിഷനുമായി ബന്ധപ്പെട്ടാണ്. റെയിൽവേയിലെ റിക്രൂട്ട്മെന്റിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വിഷനാണ്, നിങ്ങളുടെ കാഴ്ചശക്തിയാണ് പ്രധാനമായിട്ടും വരിക. 4 തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ പോസ്റ്റിനും ഓരോ തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പോസ്റ്റിന് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. അത് നോർമലി ഇപ്പോൾ സ്പെക്സ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതിനെക്കുറിച്ച് പറയേണ്ട. പക്ഷേ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം പ്രിഫറൻസ് കൊടുക്കുക. കാരണം അവസാനം സെലക്ട് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ചെയ്യപ്പെട്ടാൽ ഇത് ചെക്ക് ചെയ്യും കേട്ടോ. ഇനി അടുത്ത 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇതെല്ലാം ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണിത്. മെക്കാനിക്കലുകാർക്കും പ്രൊഡക്ഷനുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇത്രയും യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ആണ് ഏറ്റവും കൂടിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു ഫീൽഡ് വർക്കുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും യോഗ്യതയുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ മെഷീനിങ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ടൂൾസ് ആൻഡ് മെഷീനിങ് ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ, ഇത്രയും യോഗ്യതയുള്ള ഇതിൽ ഏതെങ്കിലുമൊക്കെ യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, ഇപ്പോഴത്തെ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന് കണ്ടാലും ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം, ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പ്, ഇത് C&W ആയിരുന്നു. ഡീസൽ മെക്കാനിക്കൽ, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ പവർ, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും R&D യൂണിറ്റിലേക്കുമാണ്. അതാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലിന് കിടക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കലുകാരൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ വിചാരിക്കും ഇത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ അല്ലേ, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റ് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ അവർ വിചാരിക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, മെക്കാനിക്കൽ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. തിരിച്ചും അതേപോലെ മെക്കാനിക്കലുകാർ ഒരു പക്ഷേ കരുതുന്നുണ്ടാവും ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനല്ല, ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്കും പ്രിഫറൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് IT കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇവിടെ മെക്കാനിക്കലുകാരില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ സയൻസുകാർക്കും IT-കാർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളാണിത്. ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് എന്നുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ CS-കാർ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓർത്തിരിക്കുക. ജൂനിയർ എഞ്ചിനീയർ S&T സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ S&T ടെലികമ്മ്യൂണിക്കേഷൻ, റിസർച്ച് ഇൻസ്ട്രുമെന്റേഷൻ S&T സിഗ്നൽ S&T വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതൊക്കെ ആർക്ക് അപ്ലൈ ചെയ്യാം? ഇത്രയും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് IT കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തൊരു മറ്റൊരു വിങ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളുണ്ട്. ഇവിടെ മറ്റ് ബ്രാഞ്ചുകാർക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സിവിൽ എഞ്ചിനീയറിംഗുകാർ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലേക്ക് മറ്റ് ബ്രാഞ്ചുകൾക്ക് ഒന്നും പറ്റില്ല. മറ്റ് ബ്രാഞ്ചുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ്? PV ആൻഡ് ബ്രിഡ്ജ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ PV ആൻഡ് ബ്രിഡ്ജ്, ഇത് ഫീൽഡ് വർക്കാണ്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഇത് ഓഫീസ് ജോബാണ്. ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സ് ആൻഡ് റിസർച്ച്
റിസർച്ച്, ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് സിവിലുകാർക്കായിട്ട് ഉള്ളത് കേട്ടോ. സിവിൽ എഞ്ചിനീയർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേയിലുള്ള RRB റിക്രൂട്ട്മെന്റിലുള്ള ആകെയുള്ള പോസ്റ്റുകളാണ് 1, 2, 3, 4, 5 6 പോസ്റ്റുകൾ. 6 പോസ്റ്റുകളിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് മറ്റൊന്നിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർക്ക് സിവിലിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഒരു ബെനിഫിറ്റ് എന്താണ്, ഇവിടെ നിങ്ങളുടെ കോമ്പറ്റീഷനായിട്ട് സിവിലുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ കോമ്പറ്റീഷനായിട്ട് മറ്റ് ബ്രാഞ്ചുകാരുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷേ നമ്മൾ വേക്കൻസികൾ നോക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികൾ കുറവായിരിക്കും. പക്ഷേ അവിടെ മറ്റ് ബ്രാഞ്ചുകാരൊന്നും നിങ്ങൾക്ക് കോമ്പറ്റീഷനായിട്ട് വരില്ല, സിവിലുകാർ മാത്രമേ കോമ്പറ്റീഷനായിട്ടുള്ളൂ. ഇപ്പോൾ മറ്റ് ബ്രാഞ്ചുകളെ സംബന്ധിച്ചിട്ട് അതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗുകാർ കോമ്പറ്റീഷനായിട്ടും വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലുള്ള അതാത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം വിവിധ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കേട്ടോ. ഇത്രയും പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വേക്കൻസികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓരോ ബ്രാഞ്ചിനും എത്ര വേക്കൻസികളുണ്ട്, ഏതൊക്കെ RRBയിലാണ് ഈ വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം കൂടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ പൊതുവെ ഓപ്റ്റ് ചെയ്യുന്ന RRBകൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ള RRB ആയിരിക്കും. സൗത്ത് ഇന്ത്യ പ്ലസ് മുംബൈ ഒക്കെ ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുക. നോർത്ത് ഇന്ത്യയിലേക്ക് അധികം ആളുകൾ ഓപ്റ്റ് ചെയ്യാറില്ല, പക്ഷേ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, അവിടെ ഒരുപാട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഒരുപാട് പേര് അവിടെ മത്സരിക്കാൻ വരും, നമ്മൾ അവിടെ പോയി ജോലി ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ അവിടെ പോയി പരീക്ഷ എഴുതേണ്ടി വരും, നേരത്തെ തന്നെ അവിടെ പോയി അക്കോമഡേഷൻ കണ്ടുപിടിച്ച് പരീക്ഷ എഴുതി തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും കേരളത്തിലുള്ള ആളുകൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടുവരുന്നത് സൗത്ത് ഇന്ത്യയിലെ RRBകളാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള RRBകൾ തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ, ഇത് മൂന്നുമാണ് സൗത്ത് ഇന്ത്യയിലുള്ള RRBകൾ. പിന്നീട് മുംബൈയിലും ആളുകൾ കേരളത്തിൽ നിന്ന് ആളുകൾ പോയി ഓപ്റ്റ് ചെയ്യാറുണ്ട്, അവിടെ എഴുതാറുണ്ട്. സെക്കന്ദരാബാദും തെലങ്കാനയിലാണ്, സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്, തെലങ്കാനയിലുള്ള ഒരു സ്ഥലമാണ് സെക്കന്ദരാബാദ് എന്നുള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആ മേഖലയിലാണ്. അപ്പോൾ ഇത്രയും RRBകളിലെ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന RRBകളിലെ വേക്കൻസികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഈ 4 ബ്രാഞ്ചിന്റെ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഈ ബ്രാഞ്ചുകളിൽ യോഗ്യതയുള്ള ആളുകൾക്ക് എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തിരുവനന്തപുരം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തിരുവനന്തപുരം RRB. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ RRB എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തു, ചെന്നൈയിലും അപ്ലൈ ചെയ്തു. അപ്പോൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലാണ് ജോലി കിട്ടുക എന്നും തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിലാണ് ജോലി കിട്ടുക എന്നും വിചാരിക്കേണ്ട. ഈ രണ്ട് RRBകളും ഈ TVM ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും റെയിൽവേയുടെ സദേൺ സോണിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തിരുവനന്തപുരം RRBയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ചെന്നൈ RRBയിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട ചിലപ്പോൾ കേരളത്തിലും കിട്ടിയേക്കാം. അപ്പോൾ ഈ സദേൺ സോണിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരവും ചെന്നൈയും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാംഗ്ലൂർ ആ ഒരു സൗത്ത് വെസ്റ്റ് സോണിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ. മുംബൈ 2-3 സോണുകൾ മുംബൈയുടെ കീഴിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് മുംബൈയിൽ വേക്കൻസി കൂടുതൽ ഉണ്ടാവുക. സെക്കന്ദരാബാദും അതനുസരിച്ച് മറ്റൊരു സോണിലാണ് സെക്കന്ദരാബാദും വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം, ചെന്നൈ തുടങ്ങിയ മേഖലകളിൽ നോർത്ത് ഇന്ത്യക്കാരുടെ ആപ്ലിക്കേഷൻ കുറവായിരിക്കും വരുന്നത്. സൗത്ത് ഇന്ത്യൻസ് തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കലിന് 80 വേക്കൻസികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ആണ് 80 വേക്കൻസിയിൽ എത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ പോസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 80 വേക്കൻസി എന്ന് പറയുന്നത്. ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അൺറിസർവ്ഡും റിസർവേഷനും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 80 വേക്കൻസി വരുന്നത്. സിവിലുകാർക്ക് 45 വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്, ഇലക്ട്രിക്കലുകാർക്ക് 93 വേക്കൻസി ഉണ്ട്, ഇലക്ട്രോണിക്സുകാർക്ക് 93 ഉണ്ട്. കാരണം ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളിലേക്ക് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അത് സെയിം ആയിട്ട് വരുന്നത്. ചെന്നൈ നോക്കുകയാണെങ്കിൽ ചെന്നൈ കുറച്ചുകൂടെ വലിയ RRB വേക്കൻസി വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. 444 വേക്കൻസികൾ മെക്കാനിക്കലിനുണ്ട്, അത് വലിയൊരു നമ്പർ തന്നെയാണ് 444 എന്നുള്ളത്. 138 വേക്കൻസി സിവിലിന് വരും, 484 വേക്കൻസി ഇലക്ട്രിക്കലിനുണ്ട്, ഇലക്ട്രോണിക്സിനും അത്ര തന്നെയുണ്ട്. ബാംഗ്ലൂർ RRB നോക്കുകയാണെങ്കിൽ മെക്കാനിക്കലിന് 261 വേക്കൻസി ഉണ്ട്, 182 വേക്കൻസി സിവിലുകാർക്കുണ്ട്, 274 ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സും അത്ര തന്നെയുണ്ട്. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടാവുക. മുംബൈയിൽ 861 വേക്കൻസി മെക്കാനിക്കലിനുണ്ട്, സിവിലിന് മാത്രം 428 വേക്കൻസി ഉണ്ട്, ഇലക്ട്രിക്കലിനും 958 വേക്കൻസി ഉണ്ട്, ഇലക്ട്രോണിക്സിനും അത്ര തന്നെയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുംബൈയിൽ 2-3 സോണിന് വേണ്ടിയിട്ടാണ് റെയിൽവേ സോണുകൾക്ക് വേണ്ടിയിട്ടാണ് മുംബൈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വേക്കൻസി വരുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ വേക്കൻസി വരുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് നോർത്ത് ഇന്ത്യൻസും മുംബൈയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മാത്രമല്ല, പല ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നൊക്കെയുള്ള ആളുകൾ മുംബൈയിലേക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് ഇത്രയും വേക്കൻസികൾ അവിടെ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ അത് തന്നെ
തിരഞ്ഞെടുക്കരുത്. കാരണം നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിഫറൻസ്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരുപാട് ആപ്ലിക്കൻസ് വരാൻ സാധ്യതയുള്ള ഒരു RRB ആണ് മുംബൈ എന്നുള്ളത്. ഓക്കെ, ഇനി സെക്കന്ദരാബാദും മലയാളികൾ സെലക്ട് ചെയ്യാറുണ്ട്. സെക്കന്ദരാബാദിൽ മെക്കാനിക്കലിന് 192 വേക്കൻസി ഉണ്ട്. പക്ഷെ സിവിലിനെ ശ്രദ്ധിക്കുക, സിവിലിന് 367 വേക്കൻസി ഉണ്ട്. സാധാരണ എല്ലായിടത്തും മറ്റ് ബ്രാഞ്ചുകളെക്കാളും കുറവായിരുന്നു സിവിലിന്റെ വേക്കൻസി. പക്ഷേ സെക്കന്ദരാബാദിൽ സിവിലിന്റെ വേക്കൻസി 367 ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും 223 വേക്കൻസികൾ വീതമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ചാർട്ട് നോക്കി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അപ്പൊ സിവിലുകാരെ സംബന്ധിച്ച് ഒരു പക്ഷേ സെക്കന്ദരാബാദ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിട്ട് ചെന്നൈ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. പക്ഷേ ചെന്നൈയിലേക്ക് ഒരുപാട് ആപ്ലിക്കൻസ് വരും. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് ഈ ഒരു പ്രിഫറൻസ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വേക്കൻസി മാത്രം ആധാരമാക്കി നമ്മൾ ഒരു ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട. കാരണം എല്ലാവരും ഇത് നോക്കുന്ന ആളുകളാണ്, അവരൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്ന. എല്ലാവരും ഇതൊക്കെ ഈ ഒരു ഏത് RRB വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നമ്മൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ നാടിനടുത്തുള്ള തിരുവനന്തപുരമോ ചെന്നൈയോ ബാംഗ്ലൂരോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സെക്കന്ദരാബാദും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. ഇനി അല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ജീവിക്കണം, അവിടെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു ചാൻസ് ആണ്. മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും അതുപോലെ തന്നെ കരിയർ പടുത്തുയർത്താനും ഒക്കെ ഈ RRB അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേക്കൻസികൾ അവിടെയും ഉണ്ട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട 4 RRBകളിലെ വേക്കൻസി, നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 4 RRBകളിലെ വേക്കൻസിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട വേക്കൻസിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിച്ചു എന്ന് കരുതുകയാണ്. അപ്പോൾ മറ്റ് കൂടുതൽ വിശദാംശങ്ങളുമായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ടും നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അപ്ലിക്കേഷൻ കൊടുക്കുക, അതിനുശേഷം നന്നായിട്ട് പഠിക്കുക. സമയമില്ല, നല്ലോണം പഠിച്ച് നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.